നമ്മളുടെ നമ്പർ ഓഫ് പോപ്പുലേഷൻ്റെ ഒരു ഡെൻസിറ്റി കൂടെ നോക്കുക. നമ്മളിപ്പോൾ ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മളുടെ പോപ്പുലേഷൻ അതനുസരിച്ച് ഡെൻസിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുള്ള ഇൻ്റർനെറ്റ് പെനിട്രേഷൻ്റെ ഒരു എണ്ണം ബാക്കിയുള്ള സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കുന്നതും ഇൻ്റർനെറ്റ് യൂസേജ്, സ്മാർട്ട് ഫോൺ യൂസേജ് അത്രയും കൊണ്ട് കൂടുതലാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എപ്പോഴും അറിയാം, നമ്മളൊരു അവയർനെസ് ക്യാമ്പയിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ഇട്ട് കൊടുത്താൽ അതിന് കിട്ടുന്ന റീച്ചും അതേസമയം ഒരു റീലിട്ടാൽ വേറെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന റീച്ചും വ്യത്യാസമുണ്ട്. അപ്പം ഒരേ സാധനം തന്നെ ഇട്ടാൽ, ഉദാഹരണത്തിന് തന്നെ ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടൊരു അവയർനെസ് പോസ്റ്റ് ചിലപ്പോൾ പോസ്റ്റർ ഇടാറുണ്ട്. അത് കിട്ടുന്ന റീച്ച് എൻ്റെ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ചിലപ്പം എൻ്റെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇട്ടാൽ കിട്ടും. ശരി. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? അപ്പോൾ പലരും അതിലേക്കൊന്നും ആകർഷകരാകുന്നില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, ഈ തട്ടിപ്പൊക്കെ എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അവയർനെസ് നമ്മൾ കുറച്ചുകൂടെ ഒരു ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്തിക്സും സൈബർ ലിറ്ററസി, നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി ഉണ്ട്, ബട്ട് സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമുക്കില്ല. ആ അവയർനെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് വന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുറയൂ.